ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്ന മഹാകുംഭമേളയ്ക്ക് സാക്ഷിയാവാൻ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും നിരവധി പേർ എത്താറുണ്ട്. അത്തരത്തിലൊരു വിദേശിയായ അതിഥിയാണ് അവിടേക്ക് എത്തിയ ലോറൻ പവൽ ജോബ്സ് എന്ന വനിത. അവർക്ക് കമല എന്നും ഒരു പേരുണ്ട്. ആപ്പിൾ സഹസ്ഥാപകൻ സ്റ്റീവ് ജോബ്സിന്റെ ഭാര്യയായ അവർ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രയാഗ്രാജിൽ വെച്ച് നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്നത്. ലോറൻ പവലിന്റെ രണ്ടാമത്തെ ഇന്ത്യൻ സന്ദർശനം കൂടിയാണത്. നിരഞ്ജനി അഖാരയിൽ നടന്ന ഒരു ചടങ്ങിനിടെ ആത്മീയ നേതാവ് വ്യാസാനന്ദഗിരി മഹാരാജാണ് അവർക്ക് കമല എന്ന പേര് നൽകിയത്. അവൾ ഇവിടെ തന്റെ ഗുരുവിനെ സന്ദർശിക്കാൻ വരുന്നു. ഞങ്ങൾ അവൾക്ക് കമല എന്ന് പേരിട്ടു. അവൾ ഞങ്ങൾക്കൊരു മകളെ പോലെയാണ്. ഇത് രണ്ടാം തവണയാണ് അവൾ ഇന്ത്യയിലേക്ക് വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 13 ആരംഭിച്ച് ഫെബ്രുവരി 26 വരെ നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രയാഗ്രാജിൽ എത്തുമെന്നാണ് സംഘാടകർ കണക്കുകൂട്ടുന്നത്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികൾ കൂടിച്ചേരുന്ന പോയിന്റായ സംഗമത്തിൽ മുങ്ങിക്കുളിക്കാനും ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായും 17 ദിവസത്തോളം പവൽ ജോബ്സ് ഇന്ത്യയിൽ തങ്ങുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ലോറൻ പവൽ ജോബ്സ് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലുള്ള സ്വാമി കൈലാസാനന്ദഗിരി മഹാരാജിന്റെ ആശ്രമത്തിലും എത്തിയിരുന്നു. ഇതിനു പുറമെ അവർ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ചതായും വാർത്തകളുണ്ടായിരുന്നു. ഇവരുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളെ അഭിസംബോധന ചെയ്ത സ്വാമി കൈലാസാനന്ദഗിരി അവരെ ശിവലിംഗത്തിൽ തൊടാൻ അനുവദിക്കാത്തതിന്റെ കാരണവും മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അവർ കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കവുമില്ല. അത് വളരെ വ്യക്തമാണ്. ഞാൻ ഒരു ആചാര്യനാണ്. പാരമ്പര്യങ്ങളും അടിസ്ഥാന തത്വങ്ങളും പാലിക്കുന്നതും പെരുമാറ്റച്ചട്ടങ്ങൾ നിലനിർത്തുന്നതും എൻ്റെ ജോലിയാണ്. അവൾ എൻ്റെ മകളാണ്. ഞങ്ങളുടെ വീട്ടുകാർ എല്ലാവരും അഭിഷേകം ചെയ്തു പൂജിച്ചു. അവൾക്ക് പ്രസാദവും മാലയും നൽകി. നമ്മുടെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഹിന്ദു അല്ലാത്ത ഒരാൾക്കും ശിവലിംഗത്തിൽ തൊടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശിവലിംഗത്തെ പുറത്തുനിന്ന് മാത്രം കാണാൻ അവരെ അനുവദിച്ചത്. ഞാൻ ഈ പാരമ്പര്യം നിലനിർത്തിയില്ലെങ്കിൽ അത് തകർക്കപ്പെടും എന്നും അദ്ദേഹം പറയുന്നു. 12 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നത്. 45 കോടിയിലധികം ഭക്തർ ഈ പരിപാടിക്കായി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 60 ലക്ഷം ആളുകൾ ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമത്തിൽ സ്നാനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. 40 കോടിയിലേറെ ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേള 2 ലക്ഷം കോടി രൂപയുടെ വരുമാനം നേടിത്തരുമെന്നാണ് മുഖ്യമന്ത്രി യോഗി പറയുന്നത്. ഒട്ടേറെ വിദേശികളാണ് ഇതിൽ പങ്കുകൊള്ളാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. അവിടെ എത്തുന്ന സ്വാമിമാരുടെയും യോഗിമാരുടെയും മറ്റും വിചിത്രങ്ങളായ ആചാരങ്ങളും മറ്റും ഷൂട്ട് ചെയ്യുക എന്നതാണ് ഇതിൽ പലരുടെയും ഉദ്ദേശം. ഗംഗാനദിയിലെ മാലിന്യം നിറഞ്ഞ ജലവും ഇവർ ക്യാമറയിൽ ഒപ്പിയെടുക്കും. ഇതെല്ലാം ഇവർ പ്രസിദ്ധീകരിക്കുന്നത് ഈ മഹാമേളയെ പുകഴ്ത്താൻ വേണ്ടി ആയിരിക്കില്ല എന്നതാണ് സത്യം. നമ്മുടെ രാജ്യം എന്തെങ്കിലും ഒരു നേട്ടം കൈവരിക്കുമ്പോഴാണ് ഇവർ ഈ ചിത്രങ്ങൾ പുറത്തുവിടുന്നത്. ഇതാണ് യഥാർത്ഥ ഇന്ത്യ, പരിപാവനമായ ഗംഗാനദിയിലെ മാലിന്യം കാണുക തുടങ്ങിയ ക്യാപ്ഷനിലൂടെ ആയിരിക്കും ലോകം ഈ ചിത്രങ്ങൾ കാണുന്നത്.